കൊച്ചി ഇടപ്പള്ളിയിൽ ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു. 1ാം വർഷ BCA വിദ്യാർത്ഥി ആന്റണി ജോസാണ് ഷോക്കേറ്റ് മരിച്ചത്. ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ ട്രാക്ക് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. വിവരങ്ങളുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരും. അലി അക്ബർ ഷാ, ഈ കൂട്ടുകാരുമായിട്ട് പന്തയം വെച്ചാണ് ഈ വിദ്യാർത്ഥിക്ക് അപകടം സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആന്റണി ജോസ് ഇതിനെ പ്രേരിപ്പിച്ചവർക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ കുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി സ്റ്റേഷനിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ട്രാക്കിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഈ ട്രാക്കിൽ ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ ആ സമയത്ത് നിർത്തിയിട്ടിരുന്നു. നമുക്കറിയുന്നത് പോലെ ഇന്നലെ രാവിലെ പച്ചാളത്ത് ഒരു മരം റെയിൽവേ ലൈനിലേക്ക് വീണ് വലിയ രീതിയിൽ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ലൈനിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ട്രാക്കിൽ ഒരു ഓയിൽ ടാങ്കർ നിർത്തിയിടുന്നത്. ഈ ടാങ്കർ മറികടക്കുന്നതിനിടെയാണ് ആന്റണി ജോസിന് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പന്തയം വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ആന്റണി ഈ ട്രെയിനിന് മുകളിൽ കയറിയത് എന്ന നിലയിലുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ 5 പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇതിൽ ആന്റണി മാത്രമാണ് ട്രെയിനിന് മുകളിലൂടെ കയറിയത്. ബാക്കി 4 പേരും ഇവിടെ നിർത്തിയിരുന്ന ഈ ഗുഡ്സ് ട്രെയിനിന് അടിയിലൂടെ കടന്ന് അപ്പുറവശത്തേക്ക് കടക്കുകയായിരുന്നു. ആന്റണി ഇതിന് മുകളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഗുഡ്സ് ട്രെയിനിന്റെ ഏണി വഴി കോവണി വഴി മുകളിലേക്ക് കയറുമ്പോൾ ഏകദേശം ഒരു 3 പടി കയറിയ ശേഷമാണ് ഈ മുകളിലൂടെ പോകുന്ന ഈ വലിയ വൈദ്യുതി കടന്നു പോകുന്ന ഈ ലൈനിലേക്ക് വലിക്കപ്പെടുന്നതും ആന്റണിക്ക് ഷോക്ക് ഏൽക്കുന്നതും. ആന്റണി കയറി ഇതിൽ തൊടുകയോ അല്ലെങ്കിൽ ട്രെയിനിന് മുകളിൽ കയറിയപ്പോൾ തട്ടുകയോ ആയിരുന്നില്ല. ഈ ലൈനിനടുത്തേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായും വലിയ അളവിൽ വൈദ്യുതി കടന്നു പോകുന്ന ലൈനാണ്. 25,000 വാട്ട്സ് വൈദ്യുതിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. സ്വാഭാവികമായും ചെറിയ പയ്യനായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങോട്ട് വലിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ഇതിൽ ടച്ച് ചെയ്ത് ഷോക്ക് ഏൽക്കുകയും തെറിച്ച് ഈ ഭാഗത്തേക്ക്, അതായത് പോലീസ് പറയുന്നതനുസരിച്ച് ഈ പൊന്തക്കാട്ടിലേക്ക് വീഴുകയുമായിരുന്നു. ആ വീണ ശേഷമാണ് സുഹൃത്തുക്കൾക്ക് ഇത്രയും വലിയ രീതിയിൽ ആന്റണിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നതുൾപ്പെടെ മനസ്സിലാകുന്നത്. ഏകദേശം 90% ശരീരത്തിന് പൊള്ളലേറ്റ നിലയിലാണ് ആന്റണിക്ക് തൊട്ടടുത്തുള്ള ഇടപ്പള്ളിയിൽ തൊട്ടടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുന്നത്. അവിടെ നിന്നും ഈ വിദഗ്ധ ചികിത്സ നൽകാനായി, അതായത് ഈ പൊള്ളലിന്റെ വിദഗ്ധ ചികിത്സ നൽകാനായി തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും 8 മണിയോടുകൂടി ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ സുഹൃത്തുക്കൾക്കെതിരെ നടപടി വരാനുള്ള സാധ്യതകളൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളുടെ മൊഴി എടുത്തിട്ടുണ്ട്. ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങാൻ വേണ്ടി ഇവിടെ നിന്ന് മുറിച്ച് കടന്ന് ഇടപ്പള്ളി ടൗണിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതും. നിലവിൽ സ്വാഭാവികമായും റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഒരു കേസുണ്ടായേക്കാം. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴെല്ലാം ഇനി ഇത്തരത്തിലുള്ള നടപടികൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്, നാട്ടുകാരുടെ ഭാഗത്തുനിന്നും മരിക്കുന്നത്. അരുൺ, ആന്റണി ജോസിന്റെ 17ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇവരിവിടെ എത്തുന്നത്. നേരത്തെ തന്നെ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു, ഈ പരിസരത്ത് ആഘോഷിച്ചിരുന്നു. തൊട്ടടുത്താണ് ആന്റണിയുടെ വീട്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് ഇപ്പോൾ സാധിക്കില്ല, പരിമിതികളുണ്ട്. ഈ 17ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു, ആദ്യഘട്ടത്തിൽ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ റെയിൽവേ ലൈനിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ പച്ചാളത്തെ അപകടവുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ഈ ട്രെയിനിന് മുകളിലൂടെ ഈ പാളം ക്രോസ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ആന്റണിക്ക് ഷോക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അരുൺ, അലി, എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 17ാമത്തെ വയസ്സ് ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായ ആന്റണി ജോസ് ആഘോഷത്തിനിടയിലാണ് ഈ ഗുഡ്സ് ട്രെയിന് മുകളിലേക്ക് കയറിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു കാരണവശാലും അത്തരത്തിൽ നിങ്ങളൊരു സാഹസത്തിന് ശ്രമിക്കരുത്. 25,000 വോൾട്ടൊക്കെയുള്ള വലിയ വൈദ്യുതി ലൈനുകളാണ് കടന്നു പോകുന്നത്. ആ വൈദ്യുതി ലൈനിൽ അടുത്തേക്ക് എത്തിയാൽ ഉടൻ തന്നെ ലൈനിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ കറണ്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ട്രെയിനിന് മുകളിലൂടെ കയറിയുള്ള ഒരു സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾ മുതിരരുത്. വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്യരുത്. ഇത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. ആന്റണി ജോസ് 17 വയസ്സേ ഉള്ളൂ. ആ ബർത്ത്ഡേ ആഘോഷം ഒരു വലിയ ദുരന്തമായി മാറി എന്നതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും കുട്ടികളോടും ഒക്കെ പറയുക, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള റീലുകൾ എടുക്കാനോ സാഹസികമായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാനോ പോകരുത്. സിനിമയിലേക്ക് അത് ചിത്രീകരിക്കുന്നത് ഹൈദരാബാദിലും ഒക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഈ തീവണ്ടിയുടെ മോഡലിൽ വെച്ചാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്. ഇതൊന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിൽ വെച്ച് ചിത്രീകരിക്കാറില്ല. കാരണം ഈ വലിയ വൈദ്യുതി കമ്പികളിൽ തട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഭസ്മമായി പോവും. അത്രയ്ക്ക് വലിയ പവറുള്ള വൈദ്യുതിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും തീവണ്ടിയുടെ മുകളിൽ കയറാനോ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ വിധത്തിൽ യാത്ര ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കരുത്. ജീവിതം മനോഹരമായ ഒരു യാത്രയല്ലേ, അത് നമ്മളിങ്ങനെ ഈ കറണ്ടിന് കൊടുത്ത് തീർക്കണോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ ആന്റണി ജോസിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്.